വഖഫ് ബില്ല് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ സമവായത്തിനായാണ് ബില്ല് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിട്ടുള്ളത്. നോബിൾ മാരിക്കാരനാണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. ദില്ലിയിൽ നിന്ന് നോബിൾ, അങ്ങനെ ഒരു സമവായ സാധ്യത കൂടി കേന്ദ്ര സർക്കാർ തേടുകയാണ്. ഈ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാകുമെങ്കിൽ പോലും രാജ്യസഭയിൽ ഇത് പാസ്സാക്കാനുള്ള ഒരു ഭൂരിപക്ഷം നിലവിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇല്ല. അവിടെ YSR കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ബിജു ജനതാദൾ ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണ വേണം. അതുൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇപ്പോൾ ഈ സംയുക്ത പാർലമെന്ററി JPCക്ക് വിട്ടുന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്? നോബിൾ, ഇതിൽ അങ്ങനെ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ രണ്ട് ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിരവധി ഭേദഗതികൾ, അതോടൊപ്പം തന്നെ മറ്റ് ആവശ്യങ്ങളൊക്കെ വന്നിരുന്നു. പ്രധാനമായും പ്രതിപക്ഷം ഇതിനെ പൂർണ്ണമായും എതിർക്കുകയാണ് ചെയ്തത് ഈ ബില്ല്. അതിനു പിന്നാലെയാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിലേക്കും കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു കടന്ന് മറുപടി നൽകിയത്. ആ മറുപടിയിൽ വിശദമായി തന്നെ അദ്ദേഹം ഓരോ കാര്യവും എടുത്തു പറഞ്ഞു. വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ വഖഫുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന പരാതികൾ, ഒപ്പം വഖഫ് ഭൂമികൾ മാഫിയുടെ കൈകളിലാണ് എന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ UPAക്ക് നടത്താൻ കഴിയാതെ പോയതാണ് ഇപ്പോൾ തങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ കിരൺ റിജിജുവിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടും വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടും ഈ ഭൂമിയുടെ കാര്യത്തിലൊക്കെ നിരവധി പരാതികൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. 10 വർഷം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യമാണ് കിരൺ റിജിജു എന്താണെങ്കിലും വ്യക്തമാക്കിയിരിക്കുന്നത്. ബില്ലിൽ വലിയ തരത്തിലുള്ള, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്, ഒപ്പം പിന്നെ ആദ്യം സൂചിപ്പിച്ചത് പോലെ BJD ഒപ്പം YSR കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ബില്ല് രാജ്യസഭ കടക്കുകയുള്ളൂ. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ ഇതുമായി എത്തിയത്. പല ഘട്ടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഭരണപക്ഷ ബെഞ്ചിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന കാഴ്ച അടക്കം ഇതിൽ കാണാൻ കഴിഞ്ഞു എന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായൊരു ചർച്ചയിലേക്ക് തന്നെയാണ് ഇന്ന് കാര്യങ്ങൾ പോയത്. പ്രത്യേകിച്ച് ഈ ബില്ലിന്റെ എതിർത്തുകൊണ്ട് ബില്ല് അവതരിപ്പിക്കാൻ അനുമതി നൽകരുത് എന്ന് കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ MPമാർ നൽകിയ നോട്ടീസുകൾ ഉണ്ടായിരുന്നു. ആ നോട്ടീസുകൾ നൽകിയ എല്ലാ MPമാർക്കും ഇതുമായി ബന്ധപ്പെട്ട ആദ്യം സംസാരിക്കാനുള്ള അവസരം സ്പീക്കർ നൽകി. അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട JPCക്ക് വിടുന്നു എന്ന് പറയുമ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിയാണ്. അവിടെ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധികൾ ഭരണപക്ഷത്തിന്റെ പ്രതിനിധികൾ തുല്യമായി ഉണ്ടാകുമ്പോൾ ഈ കാര്യം ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. JPC അതിന്റെ അധ്യക്ഷൻ ഉൾപ്പെടെ ഭരണപക്ഷത്ത് നിന്ന് വരുന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട, പിന്നീട് ഈ വഖഫ് ബോർഡിലെ അംഗത്വവുമായി ബന്ധപ്പെട്ട ഈ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ അംഗങ്ങളാക്കണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ശക്തിയുക്തം എതിർത്തിട്ടുണ്ട്. അവിടെയാണ് സ്ട്രെസ് ചെയ്ത് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരില്ലേ കേന്ദ്ര സർക്കാരിന്? നിലവിൽ അവതരിപ്പിച്ചതുപോലുള്ള ഒരു ബില്ല് മാത്രമായി അത് പാർലമെന്റ് കടത്തി നിയമമാക്കാനാകും എന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നുണ്ടോ? ബില്ലിൽ നിലവിൽ അവതരിപ്പിച്ച ഈ ബില്ലിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് MPമാർ ഉയർത്തിക്കാണിച്ച പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്ന്, അമുസ്ലിങ്ങൾക്കായ ആളുകൾക്ക് ഇതിൽ 2 പേർക്ക് അംഗത്വം നൽകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്വത്തിൻ്റെ ഉൾപ്പെടെ സർവേ നടത്തുക, അതോടൊപ്പം തന്നെ മറ്റ് അധികാരങ്ങളൊക്കെ ഈ ജില്ലാ കളക്ടർക്കാണ് നൽകിയിരിക്കുന്നത്. അതിനെ അടക്കം ഇവർ ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് ഭരണഘടനയുടെ മൂല്യങ്ങളെ പൂർണ്ണമായും തകർക്കുന്നതാണ് എന്ന വലിയ വിമർശനം ഉണ്ടാക്കുന്നു. ഒപ്പം കൂടിയാലോചനകൾ ഇല്ലാതെയാണ് ഈ ബില്ല് എത്തിച്ചത് എന്ന കാര്യം പറയുന്നു. അത്തരത്തിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 14 മുതൽ വലിയ 14 അടക്കമുള്ള ആർട്ടിക്കിളുകൾ പൂർണ്ണമായും ലംഘിക്കുന്നതാണ് ഇത്തരത്തിൽ ഇത്. ഒപ്പം ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണ് എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി, സംയുക്ത പാർലമെന്ററി സമിതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുമ്പോൾ അവിടെ വിശദമായി തന്നെ ഇതിൽ ഒരു ചർച്ചയിലേക്കും അതോടൊപ്പം തന്നെ സമവായത്തിലേക്കും എത്തേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രധാനപ്പെട്ട ഈ കളക്ടർക്ക് അധികാരങ്ങൾ കൂടുതൽ നൽകുന്ന, അതോടൊപ്പം തന്നെ ഈ 2 അമുസ്ലിങ്ങളായ ആളുകളെ ഇതിൽ നിയമിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് നിലപാട് കേന്ദ്ര സർക്കാർ ആ ഘട്ടത്തിൽ സ്വീകരിക്കും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നേരത്തെയുള്ള 6 അംഗങ്ങളെയും തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഇതിൽ നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. അതോടൊപ്പം അതിനൊരു മറുവാദമായി ഇതിൽ
സംസാരിച്ച ഒട്ടുമിക്ക എം പിമാരും ചോദിച്ചത് ഹിന്ദു ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരാധനാലയങ്ങളുടെ ഭരണതലപ്പത്തേക്ക് ഹിന്ദുക്കളല്ലാത്ത ആളുകളെ വെക്കാൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യമാണ് ഉയർത്തിയത്. ആ ചോദ്യം വളരെ പ്രസക്തമാണ് താനും, പ്രത്യേകിച്ച് അതിനുള്ള സാഹചര്യം ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ മുസ്ലിങ്ങളുടെ മാത്രം ഈ ഒരു സംവിധാനത്തിൽ ഇങ്ങനെയുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യം ഉയരുന്നു. കൃത്യമായ രീതിയിൽ മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ ബില്ല് വന്നിരിക്കുന്നത്. പോരാത്തതിന് ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ബില്ല് എന്ന രൂക്ഷ വിമർശനവും ഇതിലുണ്ട്. പിന്നെ സൂചിപ്പിച്ചതുപോലെ ജോയിന്റ് പാർലമെന്ററി സമിതിയിലേക്ക്, സംയുക്ത പാർലമെന്ററി സമിതിയിലേക്ക് ഈ ബിൽ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായും ഇതിൽ കൃത്യമായ തരത്തിൽ ഈ വിഷയങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിന് അയയേണ്ടി വരും. എന്താണെങ്കിലും ഈ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ, സമിതി രൂപീകരിക്കുമ്പോൾ അതിൽ ഭൂരിപക്ഷം സ്വാഭാവികമായും ഭരണപക്ഷത്തിൻ്റെ അംഗങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. അതിൽ ചെയർമാനും ഭരണപക്ഷ അംഗം തന്നെയായിരിക്കും. പക്ഷേ ന്യൂനപക്ഷ അംഗങ്ങളാണെങ്കിൽ പോലും അതിൽ കൃത്യമായ രീതിയിൽ വളരെ കുറച്ച് പ്രതിപക്ഷത്തിൻ്റെ അംഗങ്ങൾ വളരെ കുറവാണെങ്കിൽ പോലും അവർ ഇതിൽ കൃത്യമായ നിലപാട് രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടും ആ നിലപാടുകൾക്ക് അനുസൃതമായി മാത്രമേ അന്തിമമായ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നിലവിൽ TDPയും തെലുങ്ക് ദേശം പാർട്ടിയും ഒപ്പം തന്നെ JDUവും പിന്തുണ നൽകിയത് കൊണ്ട് തന്നെ ബില്ലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ BJPക്ക് സുഖമായി ലോക്സഭ പാസ്സാക്കാൻ, ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ പോലും നിലവിലെ അംഗബലം അനുസരിച്ച് നേരത്തെ BJP സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഒഡീഷയിലുള്ള ബിജു ജനതാദളും ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസ് പാർട്ടിയും നിലവിൽ രാജ്യസഭയിൽ BJP പിന്തുണയ്ക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ അംഗബലം അനുസരിച്ച് TDPക്കും JDUവിനും മതിയായ അംഗബലം ഇല്ലാത്തതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാക്കിയെടുക്കാൻ നിലവിൽ BJPയെ സംബന്ധിച്ച് സാധിക്കില്ല. ആ ഒരു പശ്ചാത്തലം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തായാലും സംയുക്ത പാർലമെന്ററി സമിതിയിലേക്ക് പ്രതിപക്ഷത്തിന്റെ ആവശ്യമനുസരിച്ച് ഇത് വിട്ടിരിക്കുന്നത്. ഇനി JPC ഏതെല്ലാം വിധത്തിൽ JPCയിൽ ചർച്ചകൾ നടക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമായി ഉയർന്നു വരുന്നത്. നോബിൾ മാരിക്കാരനൊപ്പം ആദിൽ പാലോട് എന്നിവരാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്.